തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഹാലിളകുക എന്നത് പലർക്കും ഉണ്ടാകാറുള്ള ഒരു അസുഖമാണ്. 4.5 കൊല്ലക്കാലവും സുഖിച്ച് അർമാദിച്ച് നടന്നതെല്ലാം മറന്ന് ജനത്തെ ഓർത്തു തുടങ്ങും പലരും. കേരള കോൺഗ്രസിന്റെ അവസ്ഥയും സമാനം തന്നെ. കേരളത്തിലും ദില്ലിയിലും സകലയിടത്തും കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോൾ തോന്നാത്ത ഒരു തോന്നൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരിക്കുകയാണ്. റബ്ബർ വിലയിടിവിനെതിരെ സമരം ചെയ്യണം എന്ന്. അങ്ങനെ അങ്ങ് ദില്ലിയിൽ നിന്ന് ജോസ് കെ മാണിയെ വിളിച്ചു വരുത്തി കോട്ടയത്ത് റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു സമരം ആസൂത്രണം ചെയ്തു. സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തു. ജോസ് കെ മാണി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി സമരനായകനായി അവതരിക്കുമ്പോൾ തന്നെ റബ്ബറിന്റെ തലവര മാറുമെന്നു തന്നെ ഉറപ്പായിരുന്നു. ജോസ് കെ മാണിയുടെ വരവ് കേരള കോൺഗ്രസിന് പുത്തൻ ഉണർവേകാനാണത്രേ. സകല പാർട്ടിക്കാരും യാത്രകളിലൂടെ ഊർജ്ജസ്വലരാകുമ്പോൾ മാണി പാർട്ടിക്കാർ നിരാഹാര സമരം മൂലം ശക്തരാകുന്നു. അങ്ങനെ 4 ദിവസത്തേക്ക് ജോസ് കെ മാണി ഒരു നിരാഹാര സമരം പ്രഖ്യാപിച്ചു. കെ എം മാണിയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ. സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ ഒപ്പുകൈ. എന്നെ അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചുമതല ഏറ്റെടുക്കുകയാണ്. നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഈ നിരാഹാര സത്യാഗ്രഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് മാത്രം പറയുന്നു, നിങ്ങളോട് ഒത്തുകൊണ്ട്. ഇതൊരു വലിയ മിഷനാണ് ജോസ് കെ മാണി ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ 11 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ചെറുകിട റബ്ബർ കർഷകര് അവര് ദുരിതം അനുഭവിക്കുമ്പോൾ അവരുടെ വിമോചനത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇത് ജനകീയ സമരമാണ്. ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട കൃഷിക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഈ സമരത്തെ ഇരു കൈകളും വച്ച് നിങ്ങൾ അനുഗ്രഹിക്കും, കേരളത്തിലെ ജനങ്ങൾ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം, എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ഇതിന് പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കേന്ദ്രങ്ങളും എന്നെ ഒരുപാട് പേര് ഫോൺ വിളിക്കുകയുണ്ടായി, അനുമോദിക്കുകയുണ്ടായി, പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതിന്റെ വിജയത്തിന് വേണ്ടി ഉണ്ട് എന്ന് എന്നോട് ഇന്ന് തന്നെ ഒരു 10-30 പേരെ ഫോൺ വിളിച്ചു. അപ്പോൾ മനുഷ്യര് എത്രമാത്രം, സാധാരണക്കാരായ ആളുകൾ, കർഷകർ എത്രയോ പ്രതീക്ഷയോടുകൂടിയാണ് അവർക്ക് വേണ്ടിയുള്ള ഈ സമരത്തെ കാണുന്നത് എന്ന് എന്നോട് പറയാം. പക്ഷെ ഈ ഒരു സമരം കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നില്ല. പരിഹരിക്കും നമുക്ക് ആർക്കും ഉറപ്പില്ല. പക്ഷെ ഇതൊരു സൂചനയാണ്. ഇതിവിടുത്തെ കൃഷിക്കാരുടെ സ്വരം കേന്ദ്രത്തെ അറിയിക്കാൻ, അവിടെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കാൻ വേണ്ടിയുള്ള സൂചന സമരമാണിത്. പക്ഷെ അനിശ്ചിതകാല സമരമാണ്. അനിശ്ചിതകാല സമരത്തിന് വേണ്ടി പുറപ്പെട്ട ശ്രീ ജോസ് കെ മാണിയെ ഇന്ന് രാവിലെ ജോസ് കെ മാണി വീട്ടിൽ വന്ന് എന്നോട് അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞ നല്ല കാര്യം, നീ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്, എനിക്കതിൽ അഭിമാനമുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ട്. തലയിൽ കൈവച്ചു, രാവിലെ പ്രാർത്ഥിച്ചു. എനിക്കിപ്പോഴും ആ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഒരുമിച്ച് ആ പ്രാർത്ഥന പങ്കിടുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ ദൈവം ജോസ് കെ മാണിയുടെ യജ്ഞം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ വ്യക്തിപരമല്ല, നമ്മുടെ ഈ യജ്ഞം വിജയിക്കട്ടെ. അതല്ല പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് അനിശ്ചിതകാല നിരാഹാര സമരം എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ. എന്തോ ഒരു വിശ്വാസമില്ലാത്തതുപോലെ. 3-4 ദിവസം കഴിയുമ്പോൾ പിൻവലിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുമുണ്ട്. അതെന്തായാലും ജോസ് കെ മാണി ഒരു സമര നായകനായി കഴിഞ്ഞു. ജോസ് കെ മാണിയുടെ മറ്റൊരു പതിപ്പാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ആൾ. ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരൊക്കെ നിഷേധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്.
നിഷിദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. ഞാൻ പോസിറ്റീവ് പൊളിറ്റിക്സ് വിശ്വസിക്കുന്നതാണ്. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. ഞാൻ ക്രിയാത്മകമായ ഭാവാത്മകമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാ കിട്ടില്ല. ഞാൻ ചിലപ്പോ അള്ളി കീറും. അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാനില്ല. എടോ, ഞാൻ ഗർജിക്കുന്ന ഒരു സിംഹമാണ്. എന്റെ ഗർജനം തനിക്ക് കേൾക്കണോ? പച്ച നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വോട്ട് എത്ര നാളിങ്ങനെ നേടിയെടുക്കാൻ പറ്റും? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവരെ ഇങ്ങനെ വഞ്ചിക്കാനും അവരെ കബളിപ്പിക്കാനൊന്നും ഇനി സാധ്യമല്ല. അല്ലെങ്കിലും കുമ്മേട്ടൻ ഒരു സംഭവം തന്നെയാണ്. BJP-ക്കാർക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല എന്നേ ഉള്ളൂ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് അഴിമതി. ഈ 2000 രൂപ ഞാൻ ഇത് ആർക്ക് കൊടുക്കും? അപ്പം ഞാൻ വളരെ പൈസയായിട്ട് ചെയ്തു. ഇത് എൻ്റെ കൂടെ അന്ന് 3 DVSമാരുണ്ട്, അവർക്ക് കുറെ കൊടുത്തു. ബാക്കി ഒരു 6-7 CEമാരുണ്ട്, അവർക്കും കൊടുത്തു. സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഭസ്മമാക്കാൻ വേറെ ഒരു പണിയും വേണ്ട.